ചില സ്ലാങ്ങുകൾ എങ്ങനെയാണ്? സ്റ്റുബിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലാങ്ങിന് നല്ലതെന്നും ചീത്താന്നും അർത്ഥമുണ്ട്. അത് ഏത് കോണ്ടെക്സ്റ്റിൽ അവർ ഉപയോഗിക്കുന്നു, ഏത് ഗ്രൂപ്പിൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥങ്ങളൊക്കെ അതുപോലെ മാറും. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുമ്പോൾ ഇനിയാണ് പ്രശ്നം തുടങ്ങുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വാപ്പ എന്തെങ്കിലും എന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിച്ചാൽ, തല്ലിയാൽ ഞാൻ റൂമിൽ പോയി വാതിലടച്ചിരിക്കും, കുറച്ച് കരയും, അല്ലെങ്കിൽ പുറത്തിറങ്ങും, കൂട്ടുകാരോട് സംസാരിക്കും, അങ്ങനെ തീരും. നമ്മുടെ മക്കളോ, അവരിറങ്ങി പോകുന്നത് സൈബർ ഇടത്തിലേക്കാണ്. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി വാതിലടച്ച് റൂമിലിരുന്ന് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഫോണോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക എന്താണ്? ഇവൻ ഏതെങ്കിലും ഫോൺ സൈറ്റിൽ കയറി അശ്ലീല വീഡിയോ കാണുകയാണോ, ഏതെങ്കിലും പെൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്യാണോ, ആൺകുട്ടികളെ ചാറ്റ് ചെയ്യാന്നൊക്കെയാണ്. ഇപ്പോഴത്തെ തലമുറ അത് ചെയ്യില്ല. വളരെ ഫ്രീ ആയി കിട്ടുന്ന ഈ സാധനങ്ങളിലൊന്നും അവർക്കൊരു താല്പര്യമില്ല. അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളും ആ സൈബർ അങ്ങാടിയിൽ പങ്കുവെക്കലാണ്. അവരുടെ വിഷമങ്ങൾ, ഞാൻ തല്ലിയാൽ എന്റെ പേരക്കുട്ടി പോയി അടുത്ത് നെറ്റ് തുടങ്ങി റോബ്ലോക്സ് കളിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ പോയിട്ട് അവന് മെസ്സേജ് അടിക്കുന്നത് അവന്റെ വിഷമങ്ങൾ ആർക്കെങ്കിലും ആയിരിക്കും. അവന്റെ ഇൻസ്റ്റയിൽ പോയിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ആയിരിക്കും. അപ്പോ ഓരോരുത്തരുടെയും കുട്ടികളുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ അവർക്ക് അവതരിപ്പിക്കാൻ, അവർക്ക് സാന്ത്വനം തേടി പോകാൻ ഒരു വിശാലമായ സൈബർ ലോകം അവരുടെ മുന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ പക്ഷേ നമ്മളെടുത്ത് വളരെ ഡീസൻ്റായി ചിരിച്ച് ഇങ്ങനെ പോകും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ ഇപ്പോഴും തന്തവൈബാണ്, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികളുടെ അവരുടെ ആദികളും വ്യാധികളും വിഷമങ്ങളും മനോവിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഒരു വലിയ സൈബർ ലോകം ഉണ്ടായിരിക്കുകയും ആ സൈബർ ലോകത്തിൽ ഇങ്ങനെ വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് സാന്ത്വനം നൽകാനും അവരെ വളരെ കണ്ണിങ് ആയി കൊണ്ടുപോയി വേറെ ചില ഇടങ്ങളിൽ എത്തിക്കാനുമുള്ള ഒരുപാട് കുരുക്കുകൾ, ഒരുപാട് സംവിധാനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി നടക്കുകയും കൂടി ചെയ്യുന്നു എന്നതാണ് വലിയ വിഷമം. അപ്പൊ അവിടെയാണ് വേറെ ഒരു വലിയ പ്രതിസന്ധി കിടക്കുന്നത്. ഒരു കുട്ടി അവന്റെ ഇൻസ്റ്റയിൽ ചെന്ന് അവന്റെ ഒരു വിഷമം പങ്കുവെക്കുന്നതോട് കൂടിയിട്ട് അവന്റെ വിഷമത്തിൽ, ഓ നീ പറഞ്ഞത് ശരിയാണ്, ഞാനും അങ്ങനെയാണല്ലോ, എനിക്കും പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ ഒരു ഇമോജി ഇട്ടിട്ടായിരിക്കും വരിക. കമന്റിൽ ഒരു ഇമോജി ഉണ്ടാവുള്ളൂ, തിരിച്ച് അവർ കമ്മ്യൂണിക്കേഷൻ നടക്കും. അങ്ങനെ അവനോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു വേറൊരു സംവിധാനമുണ്ട്, ഒരു ഷോർട്സ് ഞാൻ അയച്ചു തരാം, ആ ഷോർട്സ് കേട്ടു നോക്കൂ. ക്രമേണ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാനും ആ എത്തിപ്പെട്ട ലോകത്ത് വെച്ചിട്ട് പുറമെയുള്ള അവന്റെ എല്ലാ രൂപത്തിനും ഭാവത്തിനും ഒക്കെ വിപരീതമായ ആന്തരിക രൂപം എടുത്തറിയാനും സാധിക്കുന്നു എന്നതാണ്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സീരീസിലെ പ്രശ്നക്കാരൻ ഒരു ആൺകുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു ആൺകുട്ടി. അതുകൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്യുന്ന വിഷയം ആൺകുട്ടികളുടെ പ്രശ്നമാണ്. അതാണ് രണ്ടാമത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള ചിന്താവിഷയം. നമ്മുടെ കൗമാരക്കാരായ ആൺകുട്ടികളുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ട്? ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവും ഉമ്മമാർക്കുമായിട്ടാണ്. ഉമ്മമാരുമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ ചർച്ച ചെയ്ത് വളരെ വിരളമാണ്. എന്നാൽ ലോകം ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു ഭയങ്കരമായ ഒരു പ്രതിസന്ധി ലോകം ഒട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത്രമാത്രം ചർച്ചയായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന്റെ പ്രതിഫലനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് മെനോസ്ഫിയർ, പുരുഷാധിപത്യം. പ്രസന്റ് വേൾഡ് ഓഫ് കറക്റ്റർ എ ലോട്ട് ടുവേഴ്സ് ദി ഫീമെയിൽസ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വളരെ കൂടുതൽ പരിഗണന കിട്ടുന്നുവെന്നും ഫെമിനിസത്തിന്റെ വല്ലാത്ത തള്ളിക്കയറ്റത്തിന്റെ ഇടയിൽ നമ്മൾ ആൺകുട്ടികളെ മറന്നുപോയി, ആൺ പ്രശ്നങ്ങളെ വിട്ടുപോയി എന്നതുമാണ് പുതിയ ഒരു ചർച്ചാ വിഷയം. വളരെ പ്രയാസമൊക്കെ കഴിഞ്ഞിരുന്ന നമ്മുടെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഉന്നമനത്തിലേക്കും അവരെ മുന്നിലേക്കും കൊണ്ടുവരാനായി നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു. വന്ന് അവസാനം എല്ലാറ്റിനെയും മുന്നിലും സ്ത്രീകളും പെൺകുട്ടികളും വന്നെത്തിപ്പെട്ടതോടുകൂടി ആൺകുട്ടികളെ ആരും പരിഗണിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ, അവരെ അഡ്രസ് ചെയ്യാത്ത ഒരു ലോകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തിരിച്ചൊരു മാൻഹുഡിലേക്ക്, ഒരു മസ്കുലൈൻ വേൾഡിലേക്ക് തിരിച്ചു വരണം
എന്നുള്ള ഒരു മെസ്സേജാണ്, അതിന്റെ വളരെ സ്ട്രോങ് മെസ്സേജാണ് ഈ മെനോസ്ഫിയർ മുന്നോട്ട് വെക്കുന്നത്. ഇത് വളരെ അപകടകരമായ ചില പ്രശ്നങ്ങളിലേക്ക് കൂടെ എത്തിച്ചേരുന്നു എന്നതാണ്. ഇനി ഞാൻ പറയുന്നത് വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചെറുതായപ്പോൾ രാവിലെ കുളിച്ച് കുപ്പായം കെട്ട് സ്കൂളിലേക്ക് പോയി സ്കൂളിൽ നിന്ന് നിൽക്കുമ്പോൾ അപ്പുറത്തെ സീറ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്റെ കുപ്പായം കാണാൻ നല്ല രസം കിട്ടുമെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ജെൻഡർ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് ജെൻഡർ എന്നുള്ള പരിഗണന, അവരുടെ അഡ്മിറേഷൻ. പുതിയ ലോകത്ത് ഒരു ജെൻഡർ പെൺകുട്ടികൾ ഇതിലൊന്നും താല്പര്യമില്ലാതെ, ഒരു പാർട്ട്ണർഷിപ്പ് ജീവിതത്തിൽ പോലും വലിയ താല്പര്യമില്ലാതെ വെറും പ്രൊഫഷനും അവരുടേതായിട്ടുള്ള വഴികളും ഒക്കെ ആയി ഇങ്ങനെ പോവുകയും ആൺകുട്ടികൾക്ക് പാർട്ട്ണർമാരെ കിട്ടാതെ വരികയും, നമ്മുടെ അവിടെ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ ആൾ കിട്ടാതിരിക്കാന്ന് പറയാം, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പാർട്ട്ണറെ കിട്ടാതിരിക്കാന്ന് പറയാം, സ്നേഹിക്കാനും അവരുടെ ജീവിതത്തിൽ പാർട്ട്ണറായി നിൽക്കാനും ഒരു ഓപ്പോസിറ്റ് സെക്സിന് കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നത് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഒരു ആൺകുട്ടി സ്കൂളിൽ ചെന്ന് അവൻ ഉഷാറായി ഡ്രസ്സൊക്കെ ചെയ്തിരിക്കും, അപ്പുറത്തുള്ള 2-3 പെൺകുട്ടി വന്നിട്ട് ഇവരെന്തായിട്ട് ഇങ്ങനെ പൊട്ടനായിട്ട് ഇരിക്കണം എന്ന് ചോദിച്ചാൽ 4 കുട്ടികൾ ഇങ്ങനെ ചോദിച്ചാൽ ഈ കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭൂമിയായിട്ടിരിക്കും. അവന്റെ ആ വിഷമം ആരോട് പറയും? ഉമ്മനോട് പറയില്ല, പാപ്പനോടും പറയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്തുന്ന ഒറ്റ മറുപടി, എനിക്ക് എന്താ പ്രാന്തുണ്ടോ, അവരൊക്കെ എന്തേലും പറഞ്ഞോട്ടെ. അതായത് അപ്പൊ പിന്നെ എവിടെ പോയി പറയും? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ വേണ്ട, അവർക്ക് സൈബർ ലോകത്ത് അവന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. സൈബർ ലോകത്ത് ഏറ്റവും വിപുലമായ, ഏറ്റവും വിഷം ചേർന്ന ഒരു സംവിധാനം ഈ മെനോസ്ഫിയറിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പൊ ഉണ്ടായി വന്നിട്ടുണ്ട്. അതാണ് ഇൻസെൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോളണ്ടറി സെലിബേറ്റ് എന്ന് വെച്ചാൽ സ്വന്തം തീരുമാനപ്രകാരമല്ലാതെ ബ്രഹ്മചാരിയായി പോകേണ്ടി വരുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ കിട്ടൂല, എന്നെ അതിന് കൊള്ളൂല, ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു ബ്രഹ്മചാരിയായി നിലനിൽക്കേണ്ടി വരും എന്നുള്ള ചിന്തകൾ സൈബർ ലോകത്തേക്ക് അവന്റെ സങ്കടങ്ങളുമായി കയറി ചെന്നാൽ അവനെ സ്വീകരിക്കാനിരിക്കുന്ന വലിയ ഒരു ഫോക്കസ് ആണ് ഈ ഇൻസെൽ. അവർക്ക് അവരുടേതായ ഇമോജികളുണ്ട്. സൈബർ ലോകത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, സ്കൂളിൽ പോകാന്നുള്ളത്. തിരിച്ച് ഒരു കുട്ടി ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു, ഒരു ഫോട്ടോ, ഒരു റീൽ പോസ്റ്റ് ചെയ്യുന്നു. ഒരു കുട്ടി അതിന്റെ താഴെ വന്ന് ഒരു ഡൈനമിറ്റിന്റെ ഇമോജി ഇടുന്നു. ഡൈനമിറ്റ് ഇമോജി ഇൻസെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ്. എന്ന് വെച്ചാൽ നീ ചിത്രം ഇട്ടിട്ട് കാര്യമില്ല, യു ആർ എൻ ഇൻസെൽ, മീൻസ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി പാർട്ട്ണർ. അവനത് വളരെ വളരെ പ്രയാസം ഉണ്ടാക്കും. ആ പ്രയാസമായിട്ട് ആരെങ്കിലും നമ്മളെടുത്ത് വന്നാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തു, അതിനെനിക്ക് ഇങ്ങനെ ഒരു ഇമോജി മറുപടി കിട്ടി, ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പേരക്കുട്ടി നമ്മളെടുത്ത് വന്നാൽ, കുട്ടി നമ്മളെടുത്ത് വന്നാൽ നമ്മൾ കളിയാക്കി ചിരിക്കും, എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? പക്ഷെ അവർക്കത് വിഷമമാണ്. ചേന്നമംഗലൂർ അങ്ങാടിയിൽ ഒത്ത നടുവിൽ കൊണ്ടുപോയി കുപ്പായം തുണിയൊക്കെ അയച്ച് നഗ്നനാക്കി ഒരാളെ അപമാനിക്കുന്ന അതേ രൂപമാണ് സൈബർ സ്പേസിന്റെ ഒത്ത നടുവിൽ ഒരു ഇൻസ്റ്റാ ഗ്രൂപ്പിനകത്ത് ഒരു കുട്ടിയുടെ പോസ്റ്റിന് താഴെ നിങ്ങൾ ഡൈനമിറ്റോ അല്ലെങ്കിൽ ഒരു തവളയുടെ മുഖം അഗ്ലി പോസ്റ്റ് ചെയ്യുന്നത് അവരത് അത്രക്ക് ബാധിക്കും. ആ ബാധിക്കുന്ന അവന്റെ വിഷമങ്ങൾ പറയാൻ, അത് കേൾക്കാൻ ഒന്നാമത്തത് നമുക്കറിയില്ല, പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. എന്റെ വാപ്പ മുട്ടത്തലയിൽ നിന്ന് മുടി വെച്ചപ്പം അന്ന് കളിയാക്കിയ പോലെ, ഞാൻ ഇവിടെ എത്ര മുടി വേണമെന്ന് പറഞ്ഞപ്പോ വാപ്പ എന്താണോ അവന്റെ മുടി എന്ന് കളിയാക്കിയ പോലെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ കളിയാക്കുകയാണ്. എന്താണോ ഇൻസ്റ്റയിൽ ഒരു ഇമോജി വന്നാൽ നിനക്കെന്താ? പക്ഷെ അവന്റെ പ്രശ്നം അതാണ്. ആ പ്രശ്നങ്ങളിലേക്ക് അത് അഡ്രസ് ചെയ്യാതെ, അത് മനസ്സിലാക്കാതെ നമ്മൾ വേറെ കുറെ പരിപാടികളുമായി നടന്നതുകൊണ്ട് ജെൻ സിയോ ജെൻ ആൽഫയോ ഇനി വരാൻ പോകുന്ന ജെൻ ബീറ്റയോ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ല. നമ്മുടെ ഒരു പരിപാടികളും അവരിലേക്ക് എത്താനും പോകുന്നില്ല. ഒന്നുകിൽ നമ്മൾ അവരെ അറിയണം, അല്ലെങ്കിൽ അവരുടെ ലോകത്തേക്കുള്ള വഴി നമ്മൾ തുറക്കണം. ഇൻസെലിലെ ഏറ്റവും പ്രയാസകരമായ സംഭവം അവരതിന് മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. നീ ഒരു നിത്യബ്രഹ്മചാരിയാകാനുള്ള കാരണം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിന്റെ അടുത്തുള്ള ഒരു അംഗീകാരം കിട്ടാത്തതിന്റെ കാരണം അവരാണ്, സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന്
ഒരു എക്സ്ട്രീം സ്വഭാവത്തിലേക്ക് പോവുകയും അതനുസരിച്ച് പല പെൺകുട്ടികളെയും കൊല ചെയ്യുകയും ചെയ്യാനായി ഈ കൗമാരക്കാരെ അതിന് റെഡിയായി പോവുകയും ചെയ്യുന്ന കഥകളാണ്. നിങ്ങൾക്കറിയോ, കേരളത്തിൽ 15ഓളം കൊലപാതകങ്ങളാണ് ഇത്തരം കൗമാര കൊലപാതകങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 15ഓളം കൊലപാതകങ്ങൾ. നമുക്കറിയില്ല, നമ്മളത് വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ഇത് മാത്രമല്ല, ആൺകുട്ടികൾക്ക് വേറെയും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും അവരുടെ ലോകത്ത് നിന്ന് അവരുടേതായിട്ടുള്ള ഒരു പരിഹാരം കാണാതെ നമ്മൾ അവരെ കളിയാക്കി വിട്ടാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ, ഒരു പ്രശ്നവുമായി നെറ്റിലേക്ക് എത്തുമ്പോൾ, സൈബർ ഇടത്തിലേക്ക് എത്തുമ്പോൾ അവരെ വഴിതിരിച്ച് കൊണ്ടുപോകാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിലുണ്ട്. അത് ചിലത് ഗെയിമുകളായിട്ടാണ്, മറ്റു ചിലത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണ്. BBC പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്, ബാഡ് ഇൻഫ്ലുവൻസർ, കിഡ് ഇൻഫ്ലുവൻസേഴ്സ്, ദി ബിഹൈൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പുകളിൽ കയറുകയും അവിടെ വെച്ച് പല സൗഹൃദങ്ങളും ഉണ്ടാവുകയും ആ സൗഹൃദങ്ങളിലൂടെ അവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യിക്കപ്പെടുകയോ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. മോട്ടിവേഷനുകൾ, ഇപ്പൊ എല്ലാവരും മോട്ടിവേഷൻകാരാണ്. പക്ഷെ ഈ മോട്ടിവേഷനുകളിലും പലതിലും വിഷങ്ങളുണ്ട്. മോട്ടിവേഷനുകളും ഇൻഫ്ലുവൻസേഴ്സുകളും ഗെയിമുകളും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം ഇത് സംബന്ധമായി പറഞ്ഞു വെക്കുന്നു. ഒന്ന്, നമുക്കറിയാത്ത വലിയ ഒരു സൈബർ ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുള്ളത്. അവിടെ അവരുടെ ഭാഷ വ്യത്യാസമാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ വ്യത്യാസമാണ്, കൂട്ടുകെട്ടുകൾ വ്യത്യസ്തമാണ്. അത് അറിയാൻ, മനസ്സിലാക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആ മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുടെ ഭാഷയിൽ അവരുടെ ലോകത്ത് നിന്നുകൊണ്ട് കളിയാക്കാതെ കാര്യമായി അത് പഠിക്കുക, അതിനുള്ള പദ്ധതികൾ കണ്ടെത്തുക എന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായി. നിങ്ങൾ നോക്കി അതിന്റെ കോണ്ടന്റ് എന്താണ്? പണ്ട് കാലത്തെ കോണ്ടന്റുകളല്ല. പണ്ടൊരു മുക്കൂട്ട് പ്രേമോ അല്ലെങ്കിൽ ഇവനവനും തല്ലു കൊടുത്തതൊക്കെ ആയിരുന്നു. ഇത് ഒരിക്കലും പെണ്ണ് കിട്ടാത്തതാണ്, ഒരു കാര്യം കിട്ടൂലോ എന്നുള്ള കേന്ദ്രമായ ചർച്ച. അവസാനം അവനത് സക്സീഡ് ആകുമ്പോൾ യുവാക്കളെല്ലാം കൈയടിച്ച് അവന്റെ കൂടെ പോകും. അതാണ് അത് ക്ലിക്ക് ചെയ്തത്. ഒരു കോമൺ മെന്റാലിറ്റി ആൺകുട്ടികളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, അതിന്റെ കാരണം മറ്റേ ജെൻഡറാണ് എന്നുള്ള ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ചർച്ചയ്ക്കും പഠനത്തിനും വിശകലനത്തിനുമായി വിട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ, ഗെയിമുകളെയും മോട്ടിവേഷനുകളെയും ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലോകത്തിലേക്കാണ്.